അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Bag Bazaar near Hotel Top Star, Old Bus Stand, Main Road, Payyanur. Cooperative National College, Perumba, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മീൻകുഴി വാട്ടർ റീക്രിയേഷൻ സെന്റർ വ്യാഴാഴ്ച മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിക്കും. പയ്യന്നൂരിന്റെ ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന പദ്ധതിയാണിതെന്നാണ് വിലയിരുത്തൽ. പഴയങ്ങാടി മാട്ടൂലിലെ പ്രശസ്ത തെയ്യങ്കലാകാരനും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും മുൻ ഫോക്ലോർ മെമ്പറും ചിമാനക്കളിയുടെയും തുടിപ്പാട്ടിലൂടെയും പ്രസിദ്ധനുമായ കൊയിലേരിയൻ കുമാരൻ നിര്യാതനായി. ഇക്കുറി ആഗസ്റ്റ് 1 മാരിതെയ്യം കെട്ടിയാടാനിരിക്കെ കുമാരന്റെ വിയോഗം തീരാ നഷ്ടം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെരിയാരത്തെ 3.5 വയസ്സുകാരന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിൽ. ബാസ്കറ്റ്ബോളിന് തീരദേശ കളിത്തോട്ടിലായി കാടങ്കോട് ഗ്രാമം. 4 പതിറ്റാണ്ടായി മറ്റ് ഗെയിമുകൾക്കൊപ്പം ബാസ്കറ്റ്ബോൾ കളിയിൽ കുരുന്നുകളെ വാർത്തെടുക്കുന്നത് സംസ്ഥാന പരിശീലകരായ നാട്ടുകാർ. വാർത്തകൾ വിശദമായി. പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മീൻകുഴി വാട്ടർ റീക്രിയേഷൻ സെന്റർ വ്യാഴാഴ്ച മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിക്കും. പയ്യന്നൂരിന്റെ ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന പദ്ധതിയാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മീൻകുഴി അണക്കെട്ടിനോട് ചേർന്ന 1 കിലോമീറ്റർ നീളത്തിലുള്ള തടാകത്തിലാണ് പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചെലവഴിച്ച് മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങുന്നത്. വ്യാഴാഴ്ച രാവിലെ 10-ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. അധ്യക്ഷനാകും. പയ്യന്നൂരിന്റെ ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന സെന്ററിൽ പടിപ്പുര, നീന്തൽക്കുളം, കുളപ്പുര, ബോട്ട് ജെട്ടി, കുട്ടികൾക്കായുള്ള കളിസ്ഥലം, നടപ്പാത, ഗാർഡൻ, സോളാർ ലൈറ്റുകൾ, ഫുഡ് കോർട്ട് എന്നിവയാണ് ഒരുങ്ങുന്നത്. അതായത് നാട്ടുകാർ നിലയിൽ വളരെ സന്തോഷത്തിലുള്ള ആൾക്കാരും, കാരണം മറ്റ് ടൂറിസം മേഖലയിൽ ഉപരി ഇവിടെ ഒരുപാട് ആൾക്കാർ കാണാനുണ്ട്. അതുപോലെ ഈ ജലോത്സവം ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സാധ്യതകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിലും ആഹ്ലാദത്തിലാണ് നാട്ടുകാരെല്ലാവരും. ഭാവിയിൽ 2ാം ഘട്ട പദ്ധതി ഉണ്ടാവുമെന്ന് പറയുന്നു. ആ സമയത്ത് ബോട്ട് യാത്രയൊക്കെ പ്ലാനിലുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നു. ഏതായാലും നാട്ടുകാരെന്ന രീതിയിൽ വളരെ സന്തോഷത്തിലാണ് നാട്ടുകാരും. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട സെന്ററിലേക്ക് ദേശീയപാതയിൽ നിന്ന് മാതമംഗലം റോഡിലൂടെയും പയ്യന്നൂർ ടൌണിൽ നിന്ന് കാനായി മണിയറ റോഡിലൂടെയും എത്താനാകും. ഇവിടെ നിന്ന് എല്ലാ ഭാഗത്തേക്കും റോഡ് സൌകര്യമുണ്ട്. ജലാശയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിനോദസഞ്ചാരങ്ങൾക്ക് വലിയ സാധ്യതയാണ് വടക്കൻ മലബാറിലുള്ളത്. പയ്യന്നൂർ കാനായിലെ മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ നാളെ മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിക്കുകയാണ്. കുട്ടികളുടെ പാർക്ക്, ബോട്ട് ജെട്ടി എന്നിവയൊക്കെ ഇവിടെ സജ്ജമായിട്ടുണ്ട്. പയ്യന്നൂരിന്റെ ടൂറിസം ഭൂപടത്തിൽ തന്നെ ഇടം നേടുമെന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ വാട്ടർ റിക്രിയേഷൻ സെന്ററിനുള്ളത്. കാനായിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളവരൊക്കെ വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു പ്രൊജക്ട് കൂടിയാണിത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ണോത്തിനൊപ്പം KN വർഷ. പഴയങ്ങാടി മാട്ടൂലിലെ പ്രശസ്ത തെയ്യങ്കലാകാരനും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും മുൻ ഫോക്ലോർ മെമ്പറും ചിമ്മാനക്കളിയിലൂടെയും തുടിപ്പാട്ടിലൂടെയും പ്രസിദ്ധനുമായ കൊയിലേരിയൻ കുമാരൻ നിര്യാതനായി. അരനൂറ്റാണ്ടിലേറെ കാലമായി പാട്ടുകാരനായും കലാകാരനായും സംഘാടകനായും ഈ മേഖലയിൽ പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം. പഴയങ്ങാടി മാട്ടൂലിലെ പ്രശസ്ത തെയ്യങ്കലാകാരനും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും മുൻ ഫോക്ലോർ മെമ്പറും ചിമ്മാനക്കളിയിലൂടെയും തുടിപ്പാട്ടിലൂടെയും പ്രസിദ്ധനുമായ കൊയിലേരിയൻ കുമാരൻ നിര്യാതനായി. അസുഖം ബാധിച്ച് കുറച്ചുനാളായി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മാരിതെയ്യം പാട്ടുകാരനായും പുലയരുടെ അനുഷ്ഠാന കലയെക്കുറിച്ച് അഗാധമായ അറിവുമുള്ള വ്യക്തിയായിരുന്നു കുമാരൻ. കേരള ഫോക്ലോർ അക്കാദമി വർഷങ്ങൾക്ക് മുൻപേ ഫെലോഷിപ്പ് നൽകി ആദരിച്ചിട്ടുണ്ട്.
പ്രശസ്ത കലാകാരനായിരുന്ന കാഞ്ഞൻ പൂജാരിയുടെ മകനാണ്. ചെറുപ്പത്തിൽ തന്നെ തെയ്യം, നാടൻപാട്ടുകൾ എന്നിവയിൽ അവഗാഹം നേടി. ചിമ്മാനക്കളി എന്ന കേരളത്തിലെ ആദ്യത്തെ തനത് നാടകമായി രേഖപ്പെടുത്തുന്ന നാടൻ കലാരൂപം കേരളത്തിലും ഇന്ത്യയിലെ ഇതര ദേശങ്ങളിലും നിരവധി വേദികളിൽ കുമാരൻ അവതരിപ്പിച്ചിരുന്നു. വടക്കേ മലബാറിലെ പുലയർ കെട്ടിയാടുന്ന മാരിത്തെയ്യങ്ങൾ, കാരി തുടങ്ങിയ നിരവധി കീഴാള തെയ്യങ്ങൾ കെട്ടിയാടുകയും തോറ്റം പാടുകയും ചെയ്തിരുന്നു ഇദ്ദേഹം. ഫോക്ലോർ അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ PK കാളൻ പുരസ്കാരവും അദ്ദേഹം നേടി. കേരള സർക്കാരിൻ്റെ ഏറ്റവും പരമോന്നതമായ അവാർഡാണ് PK കാളൻ പുരസ്കാരം. അത് കഴിഞ്ഞ ജൂലൈ 4-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് അദ്ദേഹമാണ് സ്വീകരിക്കേണ്ടിയിരുന്നത്. അത് സ്വീകരിച്ചത് മകളുടെ ഭർത്താവാണ്. ശ്രീ K കുമാരനുമായിട്ട് എനിക്ക് ഏതാണ്ട് 40 വർഷത്തെ അടുത്ത ബന്ധമുണ്ട്. അത് പുലയരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമായിരുന്നില്ല. കാലത്തോടൊപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിനകത്തേക്ക് വരുത്തുന്നത് അല്ലെങ്കിൽ വരുന്നത് എന്നുകൂടി നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ചൊവ്വാഴ്ച രാത്രിയോടെയായിരുന്നു അന്ത്യം. മൃതദേഹം മാട്ടൂലിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിയത്. യഥാർത്ഥത്തിൽ കുമാരേട്ടൻ്റെ മരണത്തോടുകൂടി സംഭവിക്കുന്നത് ഇതിഹാസ തുല്യമായ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത് എന്ന് പറയാൻ പറ്റും. കാരണം നമ്മുടെ ദളിത പീഡിത വർഗത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നല്ല ഒരു സൂര്യപ്രകാശം പോലെ ഫലപ്രദമായ ഒരു വ്യക്തിത്വമായിരുന്നു ആ വ്യക്തിത്വം. ഇക്കുറി ആഗസ്റ്റ് 1-ന് മാടായിക്കാവിൽ മാരിത്തെയ്യം കെട്ടിയാടാനിരിക്കെ സംഘത്തെ നയിക്കാൻ കൊയിലേരിയൻ കുമാരനുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ വിയോഗം തീരാ നഷ്ടം തന്നെയാണ്. മൃതദേഹം മാടായി വാടിക്കൽ സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെരിയാരത്തെ 3.5 വയസ്സുകാരന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും ബാഹ്യ പ്രതികരണങ്ങളിലേക്ക് എത്തിച്ചേരാത്തതാണ് ഡോക്ടർമാർ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് MRI സ്കാനിങ്ങിന് വിധേയനാകും. കോഴിക്കോട് സ്വദേശിയായ 4 വയസ്സുകാരനെയും സമാന രോഗലക്ഷണങ്ങളോടെ കഴിഞ്ഞ ദിവസം ഇതേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പരിയാരം സ്വദേശിയായ 3.5 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട്ടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തുവെങ്കിലും പിന്നീട് ബേബി മെമ്മോറിയലിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കുട്ടിക്ക് രോഗബാധയുണ്ടായത് കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിച്ചതിനാലാണെന്ന സംശയത്തെ തുടർന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുന്നതിന് പൊതുജനങ്ങൾക്ക് അധികൃതർ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ബാസ്കറ്റ്ബോളിന് തീരദേശ കളിത്തൊട്ടിലായി കാടങ്കോട് ഗ്രാമം. 4 പതിറ്റാണ്ടായി മറ്റ് ഗെയിമുകൾക്കൊപ്പം ബാസ്കറ്റ്ബോൾ കളിയിൽ കുരുന്നുകളെ വാർത്തെടുക്കുന്നതിൽ ഇവിടെ സംസ്ഥാന പരിശീലകരായ നാട്ടുകാർ ഏത് സമയത്തും തയ്യാർ. നേരം പുലരുമ്പോൾ കാടങ്കോട് ഗ്രാമത്തിലെ സാധാരണ കാഴ്ചയാണ് ബാസ്കറ്റ്ബോൾ പരിശീലിക്കുന്ന കുട്ടികൾ. വൈകുന്നേരം യുവാക്കളും മുതിർന്നവരും ഈ കളിയിൽ ഏർപ്പെടും. ഇത് കണ്ടു വളർന്ന പുതുതലമുറയും പാരമ്പര്യത്തെ കൈവിടാതെ ബാസ്കറ്റ്ബോൾ കളിയെ നെഞ്ചേറ്റുന്നു. അനേകം ദേശീയ സംസ്ഥാന താരങ്ങളെ വാർത്തെടുത്ത കാടങ്കോട് എന്ന പ്രദേശത്ത് നിന്ന് പുതിയ പ്രതിഭകളെ കായിക ചരിത്രത്തിന് സംഭാവന ചെയ്യാനുള്ള ലക്ഷ്യത്തിലാണ് ഇവരുള്ളത്. ഉത്തര മലബാറിലെ കളിക്കളത്തിൽ നിറഞ്ഞാടിയ അനേകം പ്രതിഭകൾക്ക് ജന്മം നൽകിയ കാടങ്കോട് ജയ്ഹിന്ദ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ വർഷം ഒരു ദിവസം പോലും മുടങ്ങാതെ തുടർച്ചയായി 7 മാസം കുട്ടികൾക്ക് ബാസ്കറ്റ്ബോൾ പരിശീലനം നടത്തിവരുന്നത്. 1-ാം തരം മുതൽ +2 വരെ പഠനം നടത്തുന്ന സ്കൂൾ വിദ്യാർത്ഥികളായ 60 പേരാണ് ജയ്ഹിന്ദ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഇടുക്കിയിൽ നടക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സംസ്ഥാന സബ് ജൂനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കാസർഗോഡ് ജില്ലാ ടീമിലേക്ക് ജയ്ഹിന്ദ് ക്ലബിന്റെ 13 താരങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. സബ് ജൂനിയർ ആൺകുട്ടികൾ 6ഉം പെൺകുട്ടികൾ 7 പേരും. കാടങ്കോടിന്റെ കായിക വളർച്ചയ്ക്കായി നാട്ടുകാരും ക്ലബ് അംഗങ്ങളും പ്രവാസികളായ നാട്ടുകാരും രക്ഷിതാക്കളും ക്ലബിനൊപ്പം നിൽക്കുന്നു എന്നതാണ് ഇവരുടെ വിജയങ്ങളുടെ സൂത്രവാക്യം. കാലാകാലങ്ങളായി വെക്കേഷൻ ടൈമിനും അല്ലാത്ത സമയത്തും ഇവിടെ കോച്ചിങ് നടത്താറുണ്ട്. എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇവിടെയുള്ള സ്പോർട്സ് പ്രേമികൾ നൽകുന്നുണ്ട്. ജില്ലാതലത്തിൽ സംസ്ഥാനത്തിൽ ഒട്ടേറെ നിരവധി കായിക താരങ്ങളെ സൃഷ്ടിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ കോച്ചുമാരായ ബാബുരാജും വിനോദൊക്കെ സ്റ്റേറ്റ് ടീമിന് വേണ്ടി കളിച്ചവരാണ്. മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരങ്ങളും വിമുക്ത ഭടന്മാരും ഇന്ത്യൻ നേവൽ അക്കാദമി ടീം പരിശീലകരുമായ TK വിനോദ്, മുട്ടത്ത് ബാബുരാജ്, M നിതീഷ് കുമാർ എന്നിവരുടെ ടീമാണ് കഴിഞ്ഞ 7 മാസമായി ക്യാമ്പ് നയിക്കുന്നത്. കരുണാകരൻ മുട്ടത്ത്,
പത്മനാഭൻ മാടായി, കിരൺ കടവത്തി എന്നിവരാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ കാടങ്കോട് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നുവരുന്ന ബാസ്കറ്റ്ബോൾ പരിശീലന ക്യാമ്പിന്റെ മേൽനോട്ടം. കാടങ്കോട് ഗ്രാമത്തിൽ നിന്നും ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് താരങ്ങൾ ഉയർന്നു വരുമെന്ന പ്രതീക്ഷയിലാണ് ഗ്രാമവാസികൾ. കബഡി, ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ് തുടങ്ങി വിവിധ ഗെയിമുകളും ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അധികൃതർ വാക്ക് പാലിച്ചില്ല. 6 മാസം കൊണ്ട് വിളവെടുക്കേണ്ട വളർത്തു മത്സ്യം വിളവെടുക്കുന്നത് 1 വർഷം കഴിഞ്ഞു. വായ്പെടുത്ത് മത്സ്യകൃഷി തുടങ്ങിയ ഓണക്കുന്നിലെ കീനേരി ബാലകൃഷ്ണൻ ഇപ്പോൾ വിപണന സാധ്യതയില്ലാതെ കടക്കെണിയിലേക്ക് നീങ്ങുകയാണ്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഓണക്കുന്നിലെ കീനേരി ബാലകൃഷ്ണൻ വീടിനോട് ചേർന്ന് മത്സ്യകൃഷിക്ക് തുടക്കമിട്ടത്. 6 രൂപ നിരക്കിൽ വാങ്ങിയ 1000 ആസാം വാള മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വളർത്തിയത്. കൃഷിക്കുവേണ്ടി 2 ലക്ഷത്തിലധികം രൂപ ഇതിനോടകം ചെലവായി. തുടക്കത്തിൽ ഫിഷറീസ് വകുപ്പ് 32,000 രൂപ സബ്സിഡി നൽകിയിരുന്നു. വിപണനവും കൂടുതൽ സബ്സിഡിയും നൽകാമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിക്കുകയും ചെയ്തു. എന്നാൽ വിളവെടുക്കേണ്ടുന്ന 6 മാസം തികഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ബാലകൃഷ്ണൻ ആരോപിക്കുന്നത്. 3 വർഷമായി കൃഷി നടത്തുന്നു. ആദ്യം എന്ന് പറഞ്ഞാൽ 32,000 രൂപ സബ്സിഡി തന്നതിൽ പിന്നെ ഒരു പൈസയും നമുക്ക് തന്നില്ല. പിന്നെ അവർ വന്നിട്ടാ മറിഞ്ഞു നോക്കിയിട്ടില്ല. അവർ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ഒരു കുളത്തിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ വന്നിട്ട് 2 സെൻറ്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞു. 2 സെൻറ്റ് സ്ഥലത്തിൽ പിന്നെ ഈ കൃഷി നടത്തി കുളയെല്ലാം കുഴിച്ച് റെഡിയാക്കിയിട്ട് ആകുമ്പോൾ അവർ പറഞ്ഞു ഇത്ര പൈസ സബ്സിഡി ഉണ്ട് പറഞ്ഞു. 32,000 രൂപ സബ്സിഡി നമുക്ക് തന്നു. പിന്നെ പറഞ്ഞാൽ തീറ്റക്ക് പൈസ തരുമെന്ന് പറഞ്ഞ് അത് കുറച്ച് പൈസ തന്നിന്, ചില്ലറ പൈസ. പിന്നെ തന്നിട്ടേ ഇല്ല. പിന്നെ അടുത്ത പ്രാവശ്യം 2ാമത് കൃഷി നടത്തുമ്പം ഇവരിങ്ങോട്ട് വന്നിട്ടേ ഇല്ല. തീറ്റ ഒന്നും തന്നിട്ടില്ല. 1 വർഷം പൂർത്തിയായിട്ടും വിപണനമില്ലാത്തതിനാൽ പൂർണ്ണമായും വിളവെടുക്കാൻ സാധിക്കാത്ത നിലയിലാണ്. തുടക്കത്തിൽ ദിനംപ്രതി 90 രൂപയുടെ തീറ്റ വേണം. 3 മാസമാകുമ്പോൾ ഒരു ദിവസത്തെ തീറ്റയുടെ വില 330 രൂപയാണ്. മറ്റു ചെലവുകൾ വേറെയും വരും. കൂടുതൽ പ്രായമാകുന്തോറും ഇതിന്റെ ചിലവും കൂടി വരും. വിപണിയിൽ കിലോയ്ക്ക് 300 രൂപ വരെ വരുന്ന മത്സ്യം 150 രൂപയ്ക്ക് വിറ്റൊഴിവാക്കുകയാണ് ഇപ്പോൾ ഈ കർഷകൻ ചെയ്യുന്നത്. ആവശ്യമായ വിപണനം ഒരുക്കിയില്ലെങ്കിൽ പലരും കൃഷിയിൽ നിന്ന് പിന്മാറുവാനുള്ള സാധ്യത ഏറെയുണ്ട്. ഇനിയെങ്കിലും അധികൃതർ വിപണന സാധ്യത ഒരുക്കി നൽകണമെന്നാണ് കീനേരി ബാലകൃഷ്ണനെ പോലെയുള്ള കർഷകരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ നഗരസഭ മാലിന്യമുക്തം നവകേരളം 2ാം ഘട്ട ക്യാമ്പയിൻ പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന ശില്പശാല ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എത്രത്തോളം പ്രവർത്തനങ്ങൾ താഴെ തലങ്ങളിൽ എത്തത്തക്ക നിലയിൽ നടത്തിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഫലമാണ് ഇന്ന് കാണുന്ന നിലയിലേക്കുള്ള ഒരു മാറ്റം മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ KU രാധാകൃഷ്ണൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. യോഗത്തിൽ മാലിന്യ സംസ്കരണ സംവിധാന ശില്പശാല വിശദീകരണം ഇന്റേണൽ വിജിലൻസ് ഓഫീസർ സതീശൻ KP അവതരിപ്പിച്ചു. നഗരസഭയുടെ നിലവിലെ പ്രവർത്തനങ്ങൾ സെക്രട്ടറി MK ഗിരീഷ് വിശദീകരിച്ചു. മാലിന്യമുക്തം നവകേരളം, സമ്പൂർണത, സുസ്ഥിരത, മനോഭാവം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ഹരിത കേരള മിഷൻ RP അരുൾ P, മാലിന്യമുക്തം നവകേരളം കോർഡിനേറ്റർ P സുനിൽ ദത്തൻ എന്നിവർ വിശദീകരിച്ചു. നഗരസഭയിലെ തുടർ പ്രവർത്തനങ്ങൾ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ OK ശ്യാംകൃഷ്ണൻ വിശദീകരിച്ചു. C ജയ, V ബാലൻ, VV സജിത, TP സമീറ, T വിശ്വനാഥൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി ചെങ്ങൽ റോഡരികിലെ തോടിന് സമീപത്ത് തള്ളിയ മാലിന്യങ്ങൾ ഇതുവരെ നീക്കം ചെയ്തില്ല. ഒരാഴ്ച മുൻപ് ഇവിടെ മാലിന്യം തള്ളിയ ടിപ്പർ ലോറി നാട്ടുകാർ ചേർന്ന് പിടികൂടിയിരുന്നു. ഏഴോം പഞ്ചായത്ത് അധികൃതരും പഴയങ്ങാടി പോലീസും എത്തി മാലിന്യം തള്ളിയവരോട് അന്ന് തന്നെ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഒരാഴ്ച മുൻപ് പഴയങ്ങാടി ചെങ്ങൽ റോഡരികിലെ തോടിന് സമീപത്ത് വിവിധ കടകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ തള്ളിയവരെ ടിപ്പർ ലോറി സഹിതമാണ് നാട്ടുകാർ പിടികൂടിയത്. ലോറിയുടെ ടയർ ചെളിയിൽ താഴ്ന്നുപോയതിനാലാണ് സംഭവം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കടകളിൽ നിന്നുള്ള ചെരുപ്പ്, ഷൂ, തുണികൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കുപ്പിച്ചില്ലുകൾ ഉൾപ്പെടെ ഇവിടെ തള്ളിയിട്ടുണ്ട്. തുടർന്ന് ഏഴോം പഞ്ചായത്ത് അധികൃതരും പഴയങ്ങാടി പോലീസും സ്ഥലത്തെത്തി മാലിന്യം തള്ളിയവരോട് തന്നെ തിരിച്ചെടുക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഏഴോം പഞ്ചായത്ത് സെക്രട്ടറി DN പ്രമോദിന്റെ പരാതിയിൽ മാലിന്യം തള്ളിയ ലോറി കസ്റ്റഡിയിലെടുക്കുകയും ഡ്രൈവർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരാഴ്ചയായിട്ടും മാലിന്യം ഇവിടെ നിന്നും നീക്കിയിട്ടില്ല. സ്ഥലത്ത് മറ്റു ചിലരും മാലിന്യം തള്ളിയിട്ടുമുണ്ട്. ഈ സമീപ പ്രദേശത്തുള്ളവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഇത്. പഴയങ്ങാടി പുഴയിലേക്ക് എത്തുന്ന കൈത്തോടാണ് ഇവിടെ ഉള്ളത്. മഴക്കാലം എത്തിയതോടെ പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യതയും ഏറെയാണ്. എന്നിട്ടും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ ഒരു കുലുക്കവുമില്ലെന്ന ആക്ഷേപവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.
കുഞ്ഞിമംഗലം വില്ലേജിൽ സ്വകാര്യ വ്യക്തി നിയമവിരുദ്ധമായി ഭൂമി തരം മാറ്റിയെന്ന ആരോപണവുമായി ജനകീയ സമിതി. കൃഷിഭൂമി കാർഷികേതര ആവശ്യത്തിനു വേണ്ടി സ്വകാര്യ വ്യക്തി ഭരണകക്ഷിയിലെ ഘടകകക്ഷിയായ പാർട്ടി നേതാവിന്റെ സ്വാധീനം ഉപയോഗിച്ച് തരം മാറ്റിയതായാണ് ആരോപണം. കുഞ്ഞിമംഗലം വില്ലേജിൽ സ്വകാര്യ വ്യക്തി നിയമവിരുദ്ധമായി ഭൂമി തരം മാറ്റിയെന്ന ആരോപണവുമായി ജനകീയ സമിതി. കുഞ്ഞിമംഗലം വില്ലേജിലെ റീസർവേ നമ്പർ 159/150, 159/137 എന്നീ സർവേ നമ്പറുകളിൽപ്പെട്ടതും പയ്യന്നൂർ സബ് രജിസ്ട്രാർ ഓഫീസിലെ 614/2022 നമ്പർ പ്രകാരവുമുള്ള കൃഷിഭൂമി കാർഷികേതര ആവശ്യത്തിനു വേണ്ടി സ്വകാര്യ വ്യക്തി ഭരണകക്ഷിയിലെ ഘടകകക്ഷിയായ പാർട്ടി നേതാവിന്റെ സ്വാധീനം ഉപയോഗിച്ച് തരം മാറ്റിയതായാണ് ആരോപണം. കുഞ്ഞിമംഗലം വില്ലേജ് ഓഫീസിന് കീഴിൽ വീട് വെക്കാൻ തരം മാറ്റത്തിനു വേണ്ടി അപേക്ഷിച്ച 156 പേരുടെ അപേക്ഷ വർഷങ്ങളായി തീർപ്പ് കൽപ്പിക്കാതെ കെട്ടിക്കിടക്കുമ്പോഴാണ് അനധികൃത ഇടപെടൽ വഴി തരം മാറ്റം നേടിയെടുത്തത് എന്നാണ് വാർത്താ സമ്മേളനത്തിൽ ജനകീയ സമിതി പ്രവർത്തകർ ആരോപിക്കുന്നത്. അനധികൃത അനുമതിക്കെതിരെയും നിലനികത്തലിനെതിരെയും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ജനകീയ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. VP മോഹനൻ, K നാരായണൻ, P രാമകൃഷ്ണൻ, K ഗോവിന്ദൻ, M മഹേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധ സമാനമായ അവഗണനക്കെതിരെ CPIM ചെറുതാഴം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പിലാത്തറയിൽ നടന്ന പരിപാടി CPIM മാടായി ഏരിയ കമ്മിറ്റി അംഗം AV രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബജറ്റിൽ കേന്ദ്രം കേരളത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധ സമാനമായ അവഗണനക്കെതിരെ CPIM ചെറുതാഴം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പിലാത്തറയിൽ നടന്ന പ്രതിഷേധ പരിപാടി CPIM മാടായി ഏരിയ കമ്മിറ്റി അംഗം AV രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആന്ധ്രാപ്രദേശിലെയും ബീഹാറിലെയും പാർട്ടികളെ പ്രീണിപ്പെടുത്തുന്നതിന് വേണ്ടി, അവരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിച്ചത് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. KC തമ്പാൻ മാസ്റ്റർ, MV രാജീവൻ, PP രോഹിണി, M അനിൽകുമാർ, MV സന്തോഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ കാരയിലെ പ്രകൃതി ഫുഡ്സിന്റെ കേരള സർക്കാർ അഗ്രോ ബാൻഡ് അംഗീകാരം നേടിയ പുതിയ ഉൽപ്പന്നമായ വിനാഗിരി വിപണിയിലേക്ക് ഇറക്കി. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ കാരയിലെ പ്രകൃതി ഫുഡ്സ് 2021 തുടങ്ങിയ സംരംഭമാണ്. വറുത്തെടുത്ത സാമ്പാർ കൂട്ട്, ചിക്കൻ മസാലക്കൂട്ട്, ഫിഷ് മസാലക്കൂട്ട് എന്നിവ കൂടാതെ തേങ്ങ, ചെമ്മീൻ എന്നിവ കൊണ്ടുള്ള ചമ്മന്തിപ്പൊടികൾ, 20-ൽ പരം അച്ചാറുകൾ എന്നിവയാണ് പ്രകൃതി ഫുഡ്സിന്റെ പ്രധാന ഉൽപ്പന്നങ്ങൾ. കേരള സർക്കാർ അഗ്രോ ബ്രാൻഡ് അംഗീകാരം നേടിയ പുതിയ ഉൽപ്പന്നമായ വിനാഗിരി സിനിമാ താരം KU മനോജിന് നൽകി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത വിപണിയിലിറക്കി. ചടങ്ങിൽ പ്രശസ്ത പാചകക്കാരൻ KU ദാമോദര പൊതുവാൾ, വാർഡ് കൌൺസിലർ KK സുമ, പാർട്ണർമാരായ EV മനു, PA സന്തോഷ്, പയ്യന്നൂർ കൃഷി ഓഫീസർ KV ഷീന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജീവാനന്ദൻ EP തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSE വിഭാഗത്തിലെ കുട്ടികളുടെ സമഗ്ര മുന്നേറ്റം ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പിലാക്കുന്ന പ്രത്യേക അക്കാദമിക് പദ്ധതി കുതിപ്പിന് തുടക്കമായി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് SL സരിത ഉദ്ഘാടനം ചെയ്തു. ഈ അക്കാദമിക വർഷത്തിൽ ജൂലൈ 1 മുതൽ ഫെബ്രുവരി 28 വരെ നീണ്ടുനിൽക്കുന്ന പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനവും 2ാം വർഷ വിദ്യാർത്ഥികൾക്കു വേണ്ടിയുള്ള ഏകദിന മോട്ടിവേഷൻ വർക്ക്ഷോപ്പും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് SL സരിത ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക വർഷാവസാനം വരെ നീളുന്ന വിവിധ പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കു വേണ്ടി നടപ്പിലാക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ വച്ച് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മനു സുബ്രതോ കപ്പ് താരങ്ങളെ അനുമോദിച്ചു. VHSE പയ്യന്നൂർ മേഖല അസിസ്റ്റന്റ് ഡയറക്ടർ ER ഉദയകുമാരി കുതിപ്പ് പദ്ധതിയുടെ 1 വർഷം നീണ്ടുനിൽക്കുന്ന പ്രവർത്തനങ്ങളുടെ കലണ്ടർ പ്രകാശനം ചെയ്തു. പ്രശസ്ത ട്രെയിനറും മോട്ടിവേറ്ററുമായ അബ്ദുൾ ഗഫൂർ തിക്കോടി ശില്പശാല നിയന്ത്രിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് AG നൂറുൽ അമീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ M രജീഷ് ബാബു, VK രാജേഷ്, KV ഷെമി, VHSE പ്രിൻസിപ്പൽ P സീമ, സ്റ്റാഫ് സെക്രട്ടറി KV ജീന തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പരിയാരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന SYS സാന്ത്വന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് എയർപോർട്ട് ചെയറുകൾ നൽകി. കോളേജിൽ നടന്ന ചടങ്ങ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ K സുദീപ് ഉദ്ഘാടനം ചെയ്തു.
പരിയാരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന SYS സാന്ത്വന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് എയർപോർട്ട് ചെയറുകൾ നൽകി. കോളേജിൽ നടന്ന ചടങ്ങ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് ഉദ്ഘാടനം ചെയ്തു. ശേഷം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ വലിയൊരു പ്രതിസന്ധി നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കോവിഡിന്റെ രൂപത്തിൽ നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ടായി. ആ സമയത്ത് ഞങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന ഒരു സ്ട്രെസ് എത്രയാണെന്ന് ഇന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള സ്ട്രെസ് അല്ല, അത്രയും സ്ട്രെസ് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഈ ആശുപത്രി അഡ്മിനിസ്ട്രേഷനിലുള്ള ആൾക്കാർ. അതിന് കാരണമുണ്ട്. അന്ന് ഈ കോവിഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഈ ആശുപത്രിയിൽ ഒട്ടാകെ നമുക്കുണ്ടായിരുന്ന 2 വെന്റിലേറ്റർ. SYS ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് സഖാഫി മെരുവമ്പായി അധ്യക്ഷത വഹിച്ചു. പോലീസ് സർജൻ ഡോക്ടർ സന്തോഷ് ജോയ്, ഡോക്ടർ ബിന്ദു, SYS ജില്ലാ സെക്രട്ടറി നിസാർ അതിരകം, സാന്ത്വന കേന്ദ്രം ഡയറക്ടർ മുഹമ്മദ് റഫീഖ് അമാനി തട്ടുമൽ എന്നിവർ സംസാരിച്ചു. SYS കണ്ണൂർ സോണിന്റെ സഹകരണത്തോടെ മോർച്ചറിയിലേക്ക് വാട്ടർ പ്യൂരിഫയറും നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായ തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീം അംഗങ്ങളെ സ്വീകരിച്ച് ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK ബാവ കുട്ടികൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. 25 വർഷങ്ങൾക്ക് ശേഷം സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായ തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീം അംഗങ്ങളെ സ്വീകരിച്ച് ഘോഷയാത്ര സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് AG നൂറുൽ അമീൻ, SMC വൈസ് ചെയർമാൻ അബ്ദുൽ സമദ്, അധ്യാപകരായ രാജേഷ് മാസ്റ്റർ, സിദ്ദിഖ് മാസ്റ്റർ എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ കുട്ടികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. CPI നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന C. അച്യുതമേനോന്റെ പൂർണ്ണകായ പ്രതിമ വഹിച്ചുകൊണ്ടുള്ള സ്മൃതിയാത്ര ജൂലൈ 25-ന് പയ്യന്നൂരിൽ ആരംഭിക്കും. ശില്പി ഉണ്ണി കാനായിയാണ് 10 അടി ഉയരവും 1000 കിലോഗ്രാം ഭാരവുമുള്ള വെങ്കല പ്രതിമ നിർമ്മിച്ചത്. CPIയുടെ സമുന്നത നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന C. അച്യുതമേനോന്റെ പൂർണ്ണകായ പ്രതിമ തിരുവനന്തപുരം മ്യൂസിയത്തിന് സമീപമാണ് സ്ഥാപിക്കുന്നത്. ശില്പി ഉണ്ണിക്കാനായി നിർമ്മിച്ച വെങ്കല പ്രതിമ പയ്യന്നൂരിൽ നിന്നും സ്മൃതിയാത്രയായാണ് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത്. 10 അടി ഉയരവും 1000 കിലോഗ്രാം ഭാരവുമുള്ള വെങ്കല പ്രതിമ 1 വർഷം കൊണ്ടാണ് നിർമ്മിച്ചത്. കേരള മുൻ മുഖ്യമന്ത്രി C. അച്യുതമേനോന്റെ പൂർണ്ണകായ വെങ്കല ശില്പം 1 വർഷം സമയമെടുത്ത് ഇവിടെ പൂർത്തിയായി വരികയാണ്. അപ്പോൾ അത് ഈ ജൂലൈ 25-ന് പയ്യന്നൂരിൽ നിന്ന് ഓരോ ജില്ലയിലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജൂലൈ 30-ന് തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിന്റെ സംഘാടകർ. സ്മൃതിയാത്രയുടെ ഉദ്ഘാടനം ജൂലൈ 25-ന് വൈകിട്ട് 4 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കും. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് K. പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ടൂറിസം സംരംഭകരുടെ കൂട്ടായ്മയായ RTM, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ വടക്കേ മലബാറിലെ മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പരിചയപ്പെടുത്തുന്ന തിനായി ചേസിംഗ് മൺസൂൺ എന്ന പേരിൽ സാഹസിക ടൂറിസം പരിപാടി സംഘടിപ്പിക്കുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം 25-ന് വ്യാഴാഴ്ച പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ നിർവഹിക്കും. ടൂറിസം സംരംഭകരുടെ കൂട്ടായ്മയായ RTM, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ വടക്കേ മലബാറിലെ മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായി ചേസിംഗ് മൺസൂൺ എന്ന പേരിൽ സാഹസിക ടൂറിസം പരിപാടി സംഘടിപ്പിക്കുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം 25-ന് വ്യാഴാഴ്ച പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ നിർവഹിക്കും. റിട്ടയർഡ് ബ്രിഗേഡിയർ TC എബ്രഹാം അധ്യക്ഷനാകുന്ന ചടങ്ങിൽ DTPC സെക്രട്ടറി ജിജേഷ് കുമാർ മുഖ്യാതിഥിയാകും. മലയോരത്തെ പ്രകൃതിദത്ത ടൂറിസം, സംസ്കാരം, തനത് ഭക്ഷണം, വാട്ടർ സ്പോട്ട്, വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ്, ഹിൽ ട്രെക്കിംഗ് എന്നിവ വിനോദസഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ടൂറിസം രംഗത്തെ നവസംരംഭകർക്കുള്ള പരിശീലനവും നൽകുമെന്ന് ഭാരവാഹികളായ മോഹൻകുമാർ നാരന്തട്ട, AM രാജീവൻ, രാഹുൽ നാരായണൻ, ജോസ് അഗസ്റ്റിൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കരിവെള്ളൂർ ദേശീയപാതയിൽ ആണൂരിൽ പൂട്ടിയിട്ട വീട്ടിൽ കള്ളൻ കയറി. റിട്ടയർഡ് കാംകോ ജീവനക്കാരൻ PV മുരളീധരന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കള്ളൻ കയറിയത്.
മുരളീധരൻ വീട് പൂട്ടി കഴിഞ്ഞ ദിവസം ബന്ധുവീട്ടിലാണ് താമസിച്ചിരുന്നത്. മുരളീധരന്റെ ഭാര്യ ഗൾഫിലുള്ള മകന്റെ അടുത്തേക്ക് പോയിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ തിരികെ എത്തിയപ്പോഴാണ് മുൻവശത്തെ വാതിലിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടത്. ഇന്റർനെറ്റ് മോഡം തകർത്ത നിലയിലാണ്. മുറികളിലെ അലമാരകൾ തുറന്ന് വസ്ത്രങ്ങൾ പുറത്തു വലിച്ചിട്ടു. മേശയിലെ രേഖകളും വലിച്ചെറിഞ്ഞ നിലയിലാണ്. അലമാരയിൽ നിന്ന് ലഭിച്ച മുക്കുപണ്ടം വീട്ടിൽ തന്നെ ഉപേക്ഷിച്ചു. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. രാവിലെ വന്ന് എന്റെ ബന്ധുവീട്ടിലായിരുന്നു ഉറങ്ങിയിരുന്നത്. രാവിലെ വന്ന് നോക്കുമ്പോൾ ഗേറ്റ് തുറന്ന് അകത്ത് കയറുമ്പോഴേക്കും മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്ന കണ്ടു. നോക്കുമ്പോഴേക്കും കംപ്ലീറ്റ് വാതിൽ കുത്തി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോഡം ഇതിൻ്റെ എല്ലാം അടിച്ച് പൊട്ടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിനകത്തിൻ്റെ ഷെൽഫുകൾ മുഴുവൻ വാരി വലിച്ചിട്ട് കംപ്ലീറ്റ് വസ്ത്രമെല്ലാം കംപ്ലീറ്റ് താഴെയിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സ് ഉള്ള ബാഗുകളെല്ലാം വലിച്ച് താഴെയിട്ടുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിൽ ലോക ശ്രദ്ധയാകർഷിച്ച KMCCയുടെ ഗ്ലോബൽ ലീഡേഴ്സ് മീറ്റ് നടത്തി. വടക്കേക്കാട്ടിൽ നടന്ന മീറ്റ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VKP ഹമീദ് അലി ഉദ്ഘാടനം ചെയ്തു. ദുബായ്, അബുദാബി, ഷാർജ, അജ്മാൻ, അലൈൻ, കുവൈത്ത്, റിയാദ്, ജിദ്ദ, ഖത്തർ, ബഹ്റിൻ, മസ്കത്ത്, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ 13 രാജ്യങ്ങളിലെ KMCC നേതാക്കളാണ് ലീഡേഴ്സ് മീറ്റിൽ ഒത്തുചേർന്നത്. അടിക്കടി വിമാന ടിക്കറ്റ് നിരക്ക് ഉയർത്തുന്ന എയർ ഇന്ത്യയുടെ നടപടിയിൽ ലീഡേഴ്സ് മീറ്റിൽ ആശങ്ക ഉയർന്നു. പ്രവാസികളെ പിഴിയുന്ന തരത്തിൽ നിരക്ക് വർധന ഒഴിവാക്കാൻ അധികൃതർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അംഗീകരിച്ചു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷാ കേന്ദ്രങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങളിലും അനുവദിക്കണമെന്ന് മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് PKC റൌഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TCA റഹ്മാൻ, ഷാർജ KMCC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജമാൽ ബൈത്താൻ, കുവൈത്ത് KMCC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇക്ബാൽ മാവിലാടം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീടുകൾക്ക് മുകളിൽ വീണ് നാശനഷ്ടം. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ഗ്രൗണ്ടിന് സമീപത്തെ വീടുകൾക്ക് മുകളിലാണ് മരം വീണത്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ഗ്രൗണ്ടിന് സമീപത്തെ SV കുഞ്ഞാമിന, SV കുഞ്ഞായിസ എന്നിവരുടെ വീടുകൾക്ക് മുകളിലാണ് മരം വീണത്. ശക്തമായ കാറ്റിൽ വീടിന് സമീപത്തെ കൂറ്റൻമാവ് കടപുഴകി വീഴുകയായിരുന്നു. വീടിന് സമീപത്തെ തെങ്ങും പൊട്ടി വീണു. വൈദ്യുതി ലൈനും തകർന്നിട്ടുണ്ട്. അപകടം നടക്കുമ്പോൾ വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. വീണത് അപ്പോൾ ഇതിൽ ആൾ താമസമുണ്ട്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇതാക്കിയിട്ടാണ്. 2 വീടിനും കേടുപാടുണ്ട്. നിങ്ങളെ വീട്ടുകാരുടെ പേരുന്ന? വീട്ടുകാർ കുഞ്ഞാമിന. എന്ത് കുഞ്ഞാമിന? SV കുഞ്ഞാമിന. വീട്ടിലെത്ര ആളുണ്ട്? അപ്പോൾ 4 ആളുണ്ട്. വീട്ടിന് കേടുപാട് മേലത്തെ ഇത് പൊട്ടിന് തറവാടിൻ്റെ മേൽക്കൂരെല്ലാം മൊത്തം. സംഭവം അറിഞ്ഞ് മാടായി വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള 7 ലോഡ് യൂണിറ്റ് സമ്മേളനം പ്ലാത്തറയിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PA നസീർ കള്ളിക്കാട് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരള 7 ലോഡ് യൂണിറ്റ് സമ്മേളനം പിലാത്തറ രത്നദാസ് നഗറിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PA നസീർ കള്ളിക്കാട് ഉദ്ഘാടനം ചെയ്തു. ഈ തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് കാലാനുസൃതമായി വരുന്ന മാറ്റങ്ങളെ അവരെ അതിനെ പ്രാപ്തരാക്കുകയും എല്ലാ കാലത്തും സമൂഹത്തിൻ്റെ മുമ്പിൽ ആത്മാഭിമാനത്തോടുകൂടി ഉയർന്നു നിൽക്കുന്ന ഒരു തൊഴിലാണെന്നും അത് അന്തസ്സോടുകൂടി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുന്നതിനും അവരുടെ തൊഴിൽപരമായ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഘടനയ്ക്ക് 84-85 കാലഘട്ടത്തിൽ രൂപം കൊടുത്തത്. ചടങ്ങിൽ ജോയി ആറോൺ അധ്യക്ഷത വഹിച്ചു. P സുനിൽ, K രാജേഷ്, MP രാഘവൻ, AT രാജേഷ്, രാധാകൃഷ്ണൻ, രാജീവൻ, CK അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് SSLC+2 പരീക്ഷയിൽ വിജയിച്ച മെമ്പർമാരുടെ കുട്ടികളെ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മീൻകുഴി വാട്ടർ റീക്രിയേഷൻ സെന്റർ വ്യാഴാഴ്ച മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിക്കും. പയ്യന്നൂരിന്റെ ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന പദ്ധതിയാണിതെന്നാണ് വിലയിരുത്തൽ. പഴയങ്ങാടി മാട്ടൂലിലെ പ്രശസ്ത തെയ്യങ്കലാകാരനും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും മുൻ ഫോക്ലോർ മെമ്പറും ചിമാനക്കളിയുടെയും തുടിപ്പാട്ടിലൂടെയും പ്രസിദ്ധനുമായ കൊയിലേരിയൻ കുമാരൻ നിര്യാതനായി. ഇക്കുറി ആഗസ്റ്റ് 1 മാരിതെയ്യം കെട്ടിയാടാനിരിക്കെ കുമാരന്റെ വിയോഗം തീരാ നഷ്ടം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെരിയാരത്തെ 3.5 വയസ്സുകാരന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിൽ.
ബാസ്കറ്റ്ബോളിന് തീരദേശ കളിത്തൊട്ടിലായി കാടങ്കോട് ഗ്രാമം. 4 പതിറ്റാണ്ടായി മറ്റ് ഗെയിമുകൾക്കൊപ്പം ബാസ്കറ്റ്ബോൾ കളിയിൽ കുരുന്നുകളെ വാർത്തെടുക്കുന്നത് സംസ്ഥാന പരിശീലകരായ നാട്ടുകാർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.